തബ്ലീഗുകാരെ കുറിച്ച് ഞങ്ങൾ ഒരുപാട് വാർത്തകൾ നൽകിയിട്ടുണ്ട്. കാരണം അവരെ ദേശീയ തലത്തിൽ ഒറ്റപ്പെടുത്തിയപ്പോൾ എന്തിനു വേണം പറയാൻ, മതേതരത്വ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ ചില സംഘീയ ഓൺലൈൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകളിലൂടെ ആ പാവങ്ങളെ തെറ്റിദ്ധരിച്ചു പോവുകയുണ്ടായി. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്കിടയിലെ നിഷ്കളങ്കരാണ് ഈ തബ്ലീഗുകാർ എന്ന് പറയുന്നത്. ഒരു തരത്തിലും തീവ്രവാദ ചിന്തകളില്ലാത്ത, മനുഷ്യനെ സ്നേഹിക്കുന്ന, അവരുടേതായിട്ടുള്ള ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരു കൂട്ടം പാവങ്ങൾ എന്ന് വേണം അവരെ വിശേഷിപ്പിക്കാൻ. അങ്ങനെയുള്ളവർക്കെതിരെ വലിയ രീതിയിൽ ദേശീയ മാധ്യമങ്ങളും കേരളത്തിലെ ചില സംഘി മാധ്യമങ്ങളും ഒപ്പം മതേതരത്വ കാഴ്ചപ്പാടുള്ള മാധ്യമങ്ങളും വാർത്ത നൽകിയ സമയത്ത് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നുള്ളത് ഞങ്ങൾ അന്വേഷിക്കാൻ തയ്യാറായി. അങ്ങനെ ഞങ്ങളുടെ ടീം അംഗങ്ങൾ നിസാമുദ്ദീൻ മർക്കസിലെ പലരുമായി ബന്ധപ്പെട്ടു. അവരിൽ നിന്ന് അവരുടേതായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചു. എന്നിട്ട് രാജ്യത്തിന്റെ നിയന്ത്രണങ്ങളുള്ള സമയത്തെക്കുറിച്ച് വളരെ വിശദമായ ഒരു പഠനം നടത്തി. ഡൽഹി സംസ്ഥാനത്തിന്റെ നിയന്ത്രണങ്ങളെക്കുറിച്ച് കൃത്യമായ പഠനത്തിൽ നിന്ന് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ വ്യക്തമായി. അതൊക്കെ കൂട്ടിക്കിഴച്ചു നോക്കിയപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായ ഒരു ചിത്രം എന്ന് പറയുന്നത് തബ്ലീഗ് ജമാഅത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലും വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ ഉത്തമ ബോധ്യം ഞങ്ങളുടെ ടീമിന് വ്യക്തമായത് കൊണ്ട് തന്നെയാണ് ഡെസ്കിൽ നിന്നുള്ള വിവരം ഞാൻ റിപ്പോർട്ടായി ഇവിടെ അവതരിപ്പിച്ചത്. ആ റിപ്പോർട്ട് ശരിയാണെന്ന് പിന്നീട് എല്ലാവർക്കും ബോധ്യമായി. പലരും അത് ഏറ്റുപിടിച്ച് വാർത്തകൾ നൽകിയപ്പോൾ ഇപ്പോൾ സംഘി മാധ്യമങ്ങൾ ആ വിഷയത്തിൽ ഒരു വിശദീകരണവുമായി രംഗത്ത് വരുന്നു. എന്തിനു വേണം പറയാൻ, മറുനാടൻ മലയാളിയിലെ സാജൻ സക്രിയ പോലും ആ വാർത്തകൾ ശരിയാണെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യം കാണാൻ ഇടയായി. തീവ്രവാദി എന്ന് വിളിച്ച സാജൻ സക്രിയ ആ വിഷയത്തിൽ വിഷമം രേഖപ്പെടുത്തുന്ന ഒരു സൂചനയിലേക്ക് വരാൻ ഞങ്ങളുടെ വാർത്ത കാരണമായി എന്ന് പറയുമ്പോൾ വല്ലാത്ത സന്തോഷമുണ്ട്. പക്ഷേ അതിനേക്കാളേറെ ഞങ്ങൾ സന്തോഷിച്ചത് ഞങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നടിച്ചപ്പോഴാണ്. സംഘി ഓൺലൈൻ മാധ്യമങ്ങൾ തബ്ലീഗ് ജമാഅത്തിനെതിരെ വ്യാപകമായി സംഘപരിവാറിന്റെ നുണക്കഥകളെ ഏറ്റുപിടിച്ച് മുന്നോട്ട് വന്ന് വലിയ രീതിയിൽ വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്ന സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ആ ദീർഘവീക്ഷണത്തിൽ ഒരു മറുപടി നൽകി. ആ മറുപടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ തബ്ലീഗ് സമ്മേളനത്തെ കുറിച്ചും അതിൽ പങ്കെടുത്തവരെ കുറിച്ചും പിന്നെ അതുമായി ബന്ധപ്പെട്ട അവരുടെ മതത്തെക്കുറിച്ചും അസഹിഷ്ണുതയോടെയുള്ള പ്രചരണം ചിലർ അടിച്ചുവിടുന്നതായി കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയയാണ് ഇതിനു വേണ്ടി വ്യാപകമായി ദുരുപയോഗിക്കുന്നത്. ഒരു കാര്യമേ പറയാനുള്ളൂ, ഈ രോഗകാലത്ത് വർഗീയ വിളവെടുപ്പ് നടത്താൻ ആരും തുനിഞ്ഞിറങ്ങേണ്ടതില്ല. കൊറോണ വൈറസ് മതം നോക്കി ബാധിക്കുന്ന ഒന്നല്ല. നമ്മളെല്ലാവരും ജാഗ്രത പാലിക്കുക എന്നതാണ് പ്രധാനം. ഒന്നിച്ചു നിന്ന് ജാഗ്രത പാലിക്കാനാണ് നമ്മുടെ സമൂഹം മൊത്തത്തിൽ ശ്രദ്ധിച്ചത്. ഇതിൽ നിന്ന് സംഘി മാധ്യമങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടിയല്ലോ. തബ്ലീഗുകാർക്കെതിരെ ഇനി വർഗീയ പ്രചരണങ്ങൾ അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ സംഘി മാധ്യമങ്ങളെ എട്ടിന്റെ പണി കിട്ടും എന്നുള്ളതാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചിട്ടുള്ളത്. ദയവായി ഇനി ഏതെങ്കിലും വിഷയവുമായി വാ, ആ വിഷയങ്ങളും അതിന്റെ വസ്തുതകൾ പരിശോധിച്ചുകൊണ്ട് ഇതുപോലെ പൊളിച്ചടുക്കി ഞങ്ങൾ കയ്യിൽ തരുക തന്നെ ചെയ്യും. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് ആശ്വസിക്കാം. കേരള ജനത തബ്ലീഗുകാരോടുള്ള തെറ്റിദ്ധാരണയിൽ നിന്ന് മാറിയിരിക്കുന്നു. അത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിച്ചതും. ഞങ്ങളുടെ വാർത്തകൾക്ക് പരിപൂർണമായ പിന്തുണ നൽകിയവർക്ക് ഞങ്ങളൊരു ബിഗ് സല്യൂട്ട് നൽകുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.